എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് കേരളത്തിൽ പുതിയതായി കണ്ടെത്തിയ സസ്യങ്ങൾ ജീവികൾ, അതായത് കറണ്ട് അഫെയർ ടോപ്പിക്കായ 2022, 2023, 2024 കേരളത്തിൽ പുതിയതായിട്ട് കണ്ടെത്തിയ സസ്യങ്ങൾ ജീവികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് അഫെയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഒരു മാർക്ക് ഇത് ഷുവറായിട്ട് ഇനി വരുന്ന LDC ആയിക്കോട്ടെ, CPO ആയിക്കോട്ടെ, ഏതൊരു എക്സാം PSC എക്സാമിനും ഒരു മാർക്ക് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിൻറ്റ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അതുപോലെ തന്നെ പുതിയതായി കണ്ടെത്തിയ സസ്യങ്ങൾ ജീവികൾ, കേരളത്തിൽ പുതിയതായി കണ്ടെത്തിയ സസ്യങ്ങൾ ജീവികൾ, കേരളത്തിലെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം 2022 കേരളത്തിൽ പുതിയതായി കണ്ടെത്തിയ സസ്യങ്ങൾ ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പശ്ചിമഘട്ടത്തിൽ നിന്നും വടക്ക് കിഴക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സിർഫിഡ് ഈച്ചകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടത്തിൽ നിന്നും വടക്ക് കിഴക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സിർഫിഡ് ഈച്ചകൾ ഏതൊക്കെയാണ്? മോണോസെറോമിയ ഫ്ലാവോസ് ക്യൂട്ടേറ്റ, അതുപോലെ തന്നെ മോണോസെറോമിയ നൈഗ്ര. അപ്പോൾ ഏതൊക്കെയാണ്? മോണോസെറോമിയ ഫ്ലാവോസ് ക്യൂട്ടേറ്റ, അതുപോലെ തന്നെ മോണോസെറോമിയ നൈഗ്ര. മോണോസെറോമിയ ഫ്ലാവോസ് ക്യൂട്ടേറ്റ, അതുപോലെ തന്നെ മോണോസെറോമിയ നൈഗ്ര ആണ് പശ്ചിമഘട്ടത്തിൽ നിന്നും 2022 പശ്ചിമഘട്ടത്തിൽ നിന്നും വടക്ക് കിഴക്കേ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സിർഫിഡ് ഈച്ചകൾ. അപ്പം ഇതിൻ്റെ പേര് പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും, പക്ഷേ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നല്ലത്. കറണ്ട് അഫെയർ ടോപ്പിക്കിലെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും ഇതൊക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അടുത്തതിലോട്ട് പോകാം. കിഴക്കൻ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ കക്ക, സൈലോഫാഗ നന്ദാനി. അപ്പം എന്താണ്? കിഴക്കൻ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ കക്കയാണ് സൈലോഫാഗ നന്ദാനി. അപ്പോൾ എന്താണ്? സൈലോഫാഗ നന്ദാനി എന്താണ്? കിഴക്കൻ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ കക്കയാണ് സൈലോഫാഗ നന്ദാനി. ക്ലിയർ ആയേ? അപ്പോൾ അടുത്തതിലോട്ട് പോകാം. കൊച്ചിൻ കലമുക്ക് ഫിഷിംഗ് ഹാർബറിനോടടുത്ത് പുതിയതായി കണ്ടെത്തിയ ഈൽ ഇനത്തിൽപ്പെട്ട മത്സ്യം ഏതാണ്? അരിയോസോമ മൗറിസ്റ്റിഗ്മ. അപ്പോൾ എന്താണ്? അരിയോസോമ മൗറിസ്റ്റിഗ്മ എന്താണ്? കൊച്ചിൻ കലമുക്ക് ഫിഷിംഗ് ഹാർബറിനോട് അടുത്ത് പുതിയതായി കണ്ടെത്തിയ ഈൽ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് അരിയോസ്റ്റോമ മൗറിസ്റ്റിഗ്മ. അതുപോലെ തന്നെ അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പല്ലി ഏതാണ്? ഈസാപ്പല്ലി. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ടേ. അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പല്ലി ഏതാണ്? അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പല്ലിയാണ് ഈസാപ്പല്ലി. ഈസാപ്പല്ലിയുടെ ശാസ്ത്രീയ നാമോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ഹെമിഡാംടലസ് ഈസായി എന്ന ശാസ്ത്രീയ നാമമുള്ള പല്ലി ഏതാണ്? ഈസാപ്പല്ലി. ഈസാപ്പല്ലി എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പല്ലി കൂടിയാണ്. അപ്പോൾ അടുത്തത് എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവള ഏതാണ്? അപ്പോൾ എന്താണ്? എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവളയാണ് യൂഫൈലെറ്റിസ് ജലധാര. ഇമ്പോർട്ടൻ്റ് ആണ്. യൂഫൈലെറ്റിസ് ജലധാര. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യന് ചോദിച്ചതാണ്, ഒരു എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എറണാകുളം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപമുള്ള ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവള ഏതാണ്? യൂഫൈലെറ്റിസ് ജലധാര. ക്ലിയർ ആയേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടുത്തതിലോട്ട് പോകാം. അടുത്തത് പശ്ചിമഘട്ടത്തിൽ മലക്കപ്പാറയ്ക്ക് സമീപം കണ്ടെത്തിയ സസ്യമാണ് ഓഫിയോറൈസ ശശിധാരനിയാന. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പശ്ചിമഘട്ടത്തിലെ മലക്കപ്പാറയ്ക്ക് സമീപം കണ്ടെത്തിയ സസ്യം ഏതാണെന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിലെ മലക്കപ്പാറയ്ക്ക് സമീപം കണ്ടെത്തിയ സസ്യമാണ് ഓഫിയോറൈസ ശശിധാരനിയാന. അപ്പോൾ ശശിധാരനിയാന, അപ്പോൾ നമുക്ക് കേട്ടുകേൾവിയുള്ളൊരു പേരാണ് ശശിധാരൻ എന്നുള്ളത്. അപ്പോൾ ശശിധാരൻ എന്നുള്ള പേര് കിട്ടാൻ കാര്യം എന്താണെന്ന് നമുക്ക് അതോടെ നോക്കാം. യൂണിവേഴ്സിറ്റി കോളേജിലെ ബോട്ടണി വിഭാഗം മുൻ മേധാവിയായിരുന്ന ശശിധരൻ്റെ സംഭാവനകൾക്ക് കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത്. അപ്പം ഓഫിയോറൈസ ശശിധാരന എന്താണ്? പശ്ചിമഘട്ടത്തിലെ മലക്കപ്പാറയ്ക്ക് സമീപം കണ്ടെത്തിയ സസ്യം കൂടിയാണ് ഓഫിയോറൈസ ശശിധാരനിയാന. ക്ലിയർ ആയ? അപ്പോൾ അടുത്തത്
പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടെത്തിയ സസ്യം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടെത്തിയ സസ്യമാണ് മിലിയൂസ അഗസ്ത്യമലാന. മിലിയൂസ അഗസ്ത്യമലാന എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടെത്തിയ സസ്യം. അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടെത്തിയ സസ്യമാണ് മിലിയൂസ അഗസ്ത്യമലാന. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ മലക്കപ്പാറയ്ക്ക് സമീപം കണ്ടെത്തിയ സസ്യമാണ് ഒഫിയോറൈസ ശശിധാരനിയാന. പഠിച്ചു വെച്ചോ, ശശിധാരനിയാന. അപ്പം ശശിധരൻ മലക്കപ്പാറയ്ക്ക് പോയപ്പോഴാണ് ഒഫിയോറൈസ കണ്ടെത്തിയത്. അങ്ങനെ ആ സസ്യത്തിൻ്റെ പേര് വന്നു ഒഫിയോറൈസ ശശിധാരനിയാന. പഠിച്ചു വെച്ചോ, ഒരു മാർക്ക് ഷുവറാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ അഗസ്ത്യമലയിൽ നിന്ന് കണ്ടെത്തിയ സസ്യമാണ് മിലിയൂസ അഗസ്ത്യമലാന. അപ്പോൾ അടുത്തത് പശ്ചിമഘട്ടത്തിലെ പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യമാണ് ഹംബോൾഷിയ പൊന്മുടിയാനാണ് പശ്ചിമഘട്ടത്തിലെ പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം. ക്ലിയർ ആയ? അടുത്തത് തെക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഞണ്ടുകൾ പവിഴം ഗവി, രാജാ തെൽഫൂണ്ട ബ്രൂണിയയും പവിഴം ഗവിയുമാണ് തെക്കൻ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഞണ്ടുകൾ. അതുപോലെ തന്നെ അടുത്തത് ചെന്തുരണി വന്യജീവി സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ചിലന്തികളാണ് ഹാബ്രോസെസ്റ്റം സെന്തുറിനിയാസിസ്, അതുപോലെ തന്നെ ഹാബ്രോസെസ്റ്റം കേരള. അപ്പോൾ ഹാബ്രോസെസ്റ്റം സെന്തുറിനിയാൻസിസ് അതുപോലെ തന്നെ ഹാബ്രോസെസ്റ്റം കേരളയുമാണ് ചെന്തുരണി വന്യജീവി സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ചിലന്തികൾ. അപ്പോൾ അടുത്തതിലോട്ട് പോകാം. അടുത്തത് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ച. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ചയാണ് ഏപ്പിസ് കരിഞ്ഞോഡിയൻ. അപ്പോൾ എന്താണ്? പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ചയാണ് ഏപ്പിസ് കരിഞ്ഞോഡിയൻ. അപ്പോൾ ഏപ്പിസ് കരിഞ്ഞോഡിയനെ നമ്മൾ ഇന്ത്യൻ ബ്ലാക്ക് ഹണിബി എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യൻ ബ്ലാക്ക് ഹണിബി എന്ന് വിളിക്കുന്നത് എന്താണ്? ആരെയാണ് വിളിക്കുന്നത്? ഇന്ത്യൻ ബ്ലാക്ക് ഹണിബി എന്ന് വിളിക്കുന്നത് ഏപ്പിസ് കരിഞ്ഞോഡിയനെ. അപ്പോൾ ഏപ്പിസ് കരിഞ്ഞോഡിയനെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ബ്ലാക്ക് ഹണിബി. അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ചയാണ്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 200ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ സ്പീഷ്യസ് തേനീച്ചയെ ഇന്ത്യ കണ്ടെത്തുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. അപ്പോൾ 200ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ സ്പീഷ്യസ് തേനീച്ച ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തുന്നത്. ആ തേനീച്ച ഏതാണ്? ഏപ്പിസ് കരിഞ്ഞോഡിയൻ എന്താണ്? ഇന്ത്യൻ ബ്ലാക്ക് ഹണിബി കൂടിയാണ്. അപ്പോൾ അതിനെ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ചയാണ് ഏപ്പിസ് കരിഞ്ഞോഡിയൻ. ക്ലിയർ ആയ? അപ്പോൾ അടുത്തോട്ട് പോവാം. അടുത്തത് പാലക്കാടൻ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യം. അപ്പോൾ പാലക്കാടൻ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം സസ്യമാണ് അൾമാനിയ മൾട്ടിഫോറ. ഇത് പേര് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ പഠിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ LDCക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കറണ്ട് അഫെയർ പാർട്ടിയിൽ നിന്നൊക്കെ വരുമ്പം മിക്ക ആൾക്കാരും ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവ് പഠിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുകയും ചെയ്യും. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. കാരണം കോമ്പറ്റീഷൻ കൂടി വരുവാണ്. നമ്മൾ എത്ര മാർക്കിന് മുമ്പിൽ എത്തുന്നോ നമുക്ക് അതിനനുസരിച്ച് ഉയർന്ന റാങ്കിൽ വന്നാലേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലി ലഭിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ടോപ്പിക്സിലെല്ലാം നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. ഇതിൻ്റെ പേര് പഠിക്കാൻ പലർക്കും മടിയാണ്. അപ്പം നിങ്ങളിത് പഠിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റേ കിട്ടത്തുള്ളൂ. ഇതിൽ നിന്ന് ഒരു മാർക്ക് ഷുവറാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. പാലക്കാടൻ മലനിരകളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം സസ്യമാണ് അൾമാനിയ മൾട്ടിഫോറ. അടുത്തത് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചിലന്തിയാണ് കേലവാഗജു സഹ്യാദ്രി. ഇത് പ്രീവിയസ് ചോദിച്ചാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ചിലന്തിയാണ് കേലവാഗജു സഹ്യാദ്രി. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ നമ്മൾ സഹ്യാദ്രി മലകൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ചിലന്തിയാണ് കേലവാഗജു സഹ്യാദ്രി. അപ്പോൾ ഓർത്ത് വെക്കണം, കേലവാഗജു സഹ്യാദ്രി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ചിലന്തിയാണ് കേലവാഗജു സഹ്യാദ്രി. ക്ലിയർ ആയി? അപ്പോൾ അടുത്ത് നോക്കാം. കൊച്ചിക്കായലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ട്. അപ്പോൾ കൊച്ചിക്കായലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ടാണ് ബിജോയ്സ് ക്രാബ്. അപ്പം ബിജോയ്സ് ക്രാബാണ് കൊച്ചിക്കായലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ട്. അപ്പം ബിജോയുടെ ക്രാബ് എന്ന് ഓർത്ത് വെച്ചോ. കൊച്ചിക്കായലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ടാണ് ബിജോയ്സ് ക്രാബ്. ക്ലിയർ ആയ? അടുത്തത്
കാലിക്കറ്റ് സർവകലാശാല സസ്യശാസ്ത്ര ഗവേഷകർ ഇടുക്കിയിൽ കണ്ടെത്തിയ പുതിയ സസ്യമാണ് പോളിഗാല ഇടുക്കിയാന. ഇത് എനിക്ക് തോന്നുന്നു ഇതും ഒരു ചോദിച്ചതാണ്, ഏതൊരു എക്സാം ചോദിച്ചതാണ്, ഡിഗ്രി ലെവലാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പറയാം, കാലിക്കറ്റ് സർവകലാശാല സസ്യശാസ്ത്ര ഗവേഷകർ ഇടുക്കിയിൽ കണ്ടെത്തിയ പുതിയ സസ്യമാണ് പോളിഗാല ഇടുക്കിയാന. പോളിഗാല ഇടുക്കിയാന എന്ന് പറയുന്നത് എന്താണ്? കാലിക്കറ്റ് സർവകലാശാല സസ്യശാസ്ത്ര ഗവേഷകർ ഇടുക്കിയിൽ കണ്ടെത്തിയ പുതിയ സസ്യമാണ് പോളിഗാല ഇടുക്കിയാന. ക്ലിയർ ആയോ? അടുത്തത് മലപ്പുറം വാഴയൂരിലെ കുന്നുകളിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷികളാണ്. അപ്പോൾ എന്താ, ഇവിടെ നിന്നാണ്? മലപ്പുറം വാഴയൂരിലെ കുന്നുകളിൽ നിന്നും മലപ്പുറം വാഴയൂരിലെ കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷികളാണ് പൂച്ചമൂങ്ങ, വരയൻപുള്ള്, കിന്നരിപ്രാപ്പരുന്ത്. പൂച്ചമൂങ്ങ, വരയൻപുള്ള്, കിന്നരിപ്രാപ്പരുന്ത്. അപ്പോൾ അതിനെ എവിടുന്നാണ്, അപൂർവ ഇനം പക്ഷികളെ എവിടുന്നാണ് കണ്ടെത്തിയത്? മലപ്പുറം വാഴയൂരിൽ കുന്നുകളിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മലപ്പുറം വാഴയൂരിലെ കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷികളാണ് പൂച്ചമൂങ്ങ, വരയൻപുള്ള്, കിന്നരിപ്രാപ്പരുന്ത്. ക്ലിയർ ആയേ? അപ്പോൾ അടുത്തിലിട്ടു. അടുത്ത നമ്മൾ 2022 നമ്മൾ മെയിൻ നോക്കുക. ഇനി നമ്മൾ 2023 നോക്കും. 2023 പുതിയ സസ്യങ്ങൾ, പുതിയ ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് തന്നെ പോകാം. ആലപ്പുഴയിൽ നിന്നും സസ്യ ഗവേഷകർ കണ്ടെത്തിയ കാര ഇനത്തിൽപ്പെട്ട സസ്യം ഏതാണ്? കാന്തിയം വേമ്പനാഡൻസിസ്. അപ്പോൾ എന്താണ്? വേമ്പനാടൻ കായൽ ആലപ്പുഴയിലാണല്ലോ, അപ്പോൾ ഓർത്ത് വെക്കാമല്ലോ. ആലപ്പുഴയിൽ നിന്നും സസ്യ ഗവേഷകർ കണ്ടെത്തിയ കാര, അപ്പോൾ ഓർത്ത് വെച്ചാണ്, ആലപ്പുഴയിൽ നിന്നും സസ്യ ഗവേഷകർ കണ്ടെത്തിയ കാര ഏതിനത്തിൽപ്പെട്ടയാണ്? കാര ഇനത്തിൽപ്പെട്ട സസ്യമാണ് കാന്തിയം വേമ്പനാഡൻസിസ്. കാന്തിയം വേമ്പനാഡൻസിസ്. ക്ലിയർ ആയേ? അടുത്തത്, ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയിലെ ഡോക്ടർ കലേഷ് സദാശിവന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയ പുതിയ ചിത്രശലഭമാണ് സഹ്യാദ്രി ബ്രോമസ് സ്വിഫ്റ്റ്. സഹ്യാദ്രി ബോമസ് സ്വിഫ്റ്റ് അഥവാ കായൽ ശരശലഭം എന്നും പറയും. അപ്പോൾ എന്താണ്? ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയിലെ ഡോക്ടർ കലേഷ് സദാശിവന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയ പുതിയ ചിത്രശലഭമാണ് സഹ്യാദ്രി ബ്രോമസ് സ്വിഫ്റ്റ് അഥവാ കായൽ ശരശലഭം. ശാസ്ത്രീയ നാമം വരുന്നത് കൽറ്റോറിസിസ് ബ്രോമസ് സദാശിവ. അപ്പം കലേഷ് സദാശിവൻ അല്ലേ നേതൃത്വത്തിലല്ലേ കണ്ടെത്തിയ പുതിയ ചിത്രശലഭം, അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ നാമത്തിൽ കൽറ്റോറിസ് ബ്രോമസ് സദാശിവ. ക്ലിയർ ആയി? അടുത്തത്, പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യാമലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം. അപ്പോൾ 2022 നമ്മൾ പഠിച്ചാണ്, 2 സസ്യങ്ങളെക്കുറിച്ച് പഠിച്ചാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ 2 സസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇപ്പം പഠിക്കാൻ പോകുന്നത് 2023 പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യാമലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സോണറില ലുണ്ടിനി. സുന്ദരിയില എന്ന് പറയും. സോണറില ലുണ്ടിനി, സുന്ദരിയില എന്ന് പറയും. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യാമലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സുന്ദരിയില അഥവാ സോണറില ലുണ്ടിനി. അപ്പം അതിനെ സുന്ദരിയില എന്ന് പറയും. അപ്പോൾ സോണറില എന്ന് പറഞ്ഞൊരു സുന്ദരിയുടെ ഇലയാണ്. എന്ന് ഓർത്തു വെച്ചോ. സോണറില ലുണ്ടിനി എന്ന സസ്യമാണ് പുതിയതായിട്ട് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യാമലയിൽ നിന്ന് കണ്ടെത്തിയ സസ്യം. അതിന് മറ്റൊരു പേരാണ് സുന്ദരി ഇല. അപ്പോൾ ഓർത്ത് വെക്കുക, സോണറില ലുണ്ടിനി സുന്ദരിയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത്, പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ ഇന്ത്യയിലെ അപൂർവമായി കാണപ്പെടുന്ന തവള ചോലക്കറമ്പി തവള അഥവാ ഗാലക്സി ഫ്രോഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ ഇന്ത്യയിൽ അപൂർവമായി കാണപ്പെടുന്ന തവളയാണ് ചോലക്കറുമ്പി തവള അഥവാ ഗാലക്സി ഫ്രോഗ്. ക്ലിയർ ആയ? അടുത്തത്, പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് പൊടിനിഴൽ തുമ്പി. പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് പൊടിനിഴൽ തുമ്പി. അടുത്തത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത്, കുസാറ്റിലെ ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപം ഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സൂക്ഷ്മ ജലകരടിയാണ് ബാറ്റിലിപ്പസ് കലാമി. എന്താണ്? കുസാറ്റിലെ ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപം ഭാഗത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സൂക്ഷ്മ ജലകരടിയാണ് ബാറ്റിലിപ്പസ് കലാമി. അതിന് 0.17 മില്ലിമീറ്റർ നീളവും 0.05 മില്ലിമീറ്റർ വീതിയുമുണ്ട്. ഓർത്ത് വെക്കുക. അടുത്തത്, കാർഷിക കോളേജിലെ ഗവേഷകർ ഇടുക്കി ജില്ലയിൽ നിന്ന് കണ്ടെത്തിയ നാരങ്ങയുടെ മണവും രുചിയുമുള്ള പുതിയ ഇനം കുരുമുളകാണ് നാരക്കൊടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. കാർഷിക സർവകലാശാലയുടെ ഓരോ പുതിയ കണ്ടെത്തലൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കാർഷിക കോളേജിലെ ഗവേഷകർ ഇടുക്കി ജില്ലയിൽ നിന്നും കണ്ടെത്തിയ നാരങ്ങയുടെ മണവും
നാരങ്ങയുടെ മണവും രുചിയുമുള്ള പുതിയ ഇനം കുരുമുളകാണ് നാരക്കോടി. അപ്പോൾ നാരങ്ങയുടെ മണം എന്നല്ലേ പറഞ്ഞത്. അപ്പം നാരങ്ങയുടെ മണത്തിൻ്റെ പകുതി എടുക്കുമ്പോൾ നാരങ്ങയുടെ മണത്തിൻ്റെ നാരയും അതുപോലെ തന്നെ രുചിയുമുള്ള പുതിയ ഇനം കുരുമുളകാണ്. കുരുമുളക് ഇങ്ങനെ കോടി പോലെ ഇങ്ങനെ പിടിച്ച് കിടക്കുമല്ലോ ഓരോ മരത്തിൽ. അപ്പോൾ അത് ഓർത്ത് നോക്കുക നാരക്കോടി എന്ന്. അപ്പം ഇനി മറക്കല്ല്, നാരക്കോടി എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക കോളേജിലെ ഗവേഷകർ ഇടുക്കി ജില്ലയിൽ നിന്നും കണ്ടെത്തിയ നാരങ്ങയുടെ മണവും രുചിയുമുള്ള പുതിയ ഇനം കുരുമുളകാണ് നാരക്കോടി. മറക്കല്ലേ. അടുത്തത്, ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷക സംഘം പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ തീക്കറുപ്പൻ. അതായത് ശാസ്ത്രീയ നാമം എപ്പിത്തേമിസ് വയനാടൻസിസ്. ശാസ്ത്രീയ നാമമാണ് എപ്പിത്തേമിസ് വയനാടൻസിസ്. അപ്പോൾ ശാസ്ത്രീയ നാമം ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇങ്ങനെ ചോദിക്കാൻ ഈ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അതുകൂടെ അങ്ങ് പറയാം. ഇങ്ങനെ ആയിരിക്കും. ഈ ഇടയ്ക്ക് ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷക സംഘം പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏതാ എന്ന് പറഞ്ഞിട്ട് വയനാടൻ തീക്കറുപ്പും വയനാടൻ കൊലുമ്പൻ അങ്ങനെയൊക്കെ ഓരോ ഇതിന് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ആൻസർ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷക സംഘം പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ തീക്കറുപ്പൻ. ശാസ്ത്രീയ നാമം എപ്പിത്തേമിസ് വയനാടൻസിസ്. ക്ലിയർ ആയ? അടുത്തത്, സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ 3 അപൂർവ ഇനം തുമ്പികൾ ഏതൊക്കെയാണ്? സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ 3 അപൂർവ ഇനം തുമ്പികളാണ് പെരുവാലൻ തുമ്പി, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ. അപ്പോൾ ഏതൊക്കെയാണ് സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ 3 അപൂർവ ഇനം തുമ്പികൾ ഏതൊക്കെയാണ്? പെരുവാലൻ തുമ്പി, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ. അടുത്ത ക്ലിയർ ആയ? അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ജലസസ്യമാണ് ലാജനാദ്ര കുങ്കിച്ചിറ മ്യൂസിയാമെൻസിസ്. വളരെ പഠിക്കാൻ നല്ല പാടുള്ളൊരു പേരുമോ. അപ്പം വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജലസസ്യം ഏതാണ്? ലാജനാദ്ര കുങ്കിച്ചിറ മ്യൂസിയാമെൻസിസ്. കുങ്കിച്ചിറ മ്യൂസിയാമെൻസിസ് വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ജലസസ്യം. ഇതിന് ഇങ്ങനെയുള്ള പേര് കിട്ടാൻ കാര്യം അതിനകത്ത് ഓൾറെഡി ഉണ്ടല്ലോ, ലാജനാദ്ര കുങ്കിച്ചിറ മ്യൂസിയാമെൻസിസ് എന്ന പേര് കിട്ടാൻ കാര്യം കുങ്കിച്ചിറ പൈതൃക മ്യൂസിയത്തിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുങ്കിച്ചിറ വയനാട്ടിൽ നിന്നുള്ളൊരു മ്യൂസിയമാണ്. കുങ്കിച്ചിറ പൈതൃക മ്യൂസിയത്തിൻ്റെ പേരാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ജലസസ്യമാണ് ലാജനാദ്ര കുങ്കിച്ചിറ മ്യൂസിയാമെൻസിസ്. ക്ലിയർ ആയ? അടുത്തത്, കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്നം മലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ദേശാടന പക്ഷിയാണ് ശ്വേതകണ്ഠൻ മുൾവാലൻ ശരപക്ഷി. മുൾവാലൻ ശരപക്ഷി. അതായത് അതിൻ്റെ ശാസ്ത്രീയ നാമം ഹിരുണ്ടാപ്പസ് കോഡിക്യൂട്ടസ് ആണ് ശാസ്ത്രീയ നാമം വരുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരു 90% ചാൻസ് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കേരളത്തിലെ പൊതുജനം സഹകരിച്ചപ്പോൾ കണ്ടെത്തിയ പുതിയ ഭൂഗർഭ മത്സ്യം ഏതെന്നാണ്. അപ്പോൾ എന്താണ്? കേരളത്തിലെ പൊതുജനം സഹകരിച്ചപ്പോൾ കണ്ടെത്തിയ പുതിയ ഭൂഗർഭ മത്സ്യം ഏതാണെന്നാണ്. ഹോറോഗ്ലാനിസ് പോപ്പിലി. മറക്കല്ലേ, ഹോറോഗ്ലാനിസ് പോപ്പിലി. അതായത് പോപ്പിലി എന്നുള്ളത് ഹോറോഗ്ലാനിസ് പോപ്പിലി. അതിന് പൊതുജനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിന് വേറെയും പ്രത്യേകതകളുണ്ട്. 2023 ലോകത്ത് കണ്ടെത്തിയ മീനുകളിൽ 50 എണ്ണത്തിൽ ഒന്നാമതായി ഇത് മാറി. അപ്പോൾ എന്താണ്? 2023 ലോകത്ത് കണ്ടെത്തിയ മീനുകളിൽ 50 എണ്ണത്തിൽ ഒന്നാമതായി ഇത് മാറി. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിലെ പൊതുജനം സഹകരിച്ചപ്പോൾ, അതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കുക, അതുകൊണ്ടാണ് ചാൻസ് കൂടുതൽ. കേരളത്തിലെ പൊതുജനം സഹകരിച്ചപ്പോൾ കണ്ടെത്തിയ പുതിയ ഭൂഗർഭ മത്സ്യമാണ് ഹോറോഗ്ലാനിസ് പോപ്പിലി. ക്ലിയർ ആയ? അടുത്തത്, കോഴിക്കോട് ചെങ്ങോട് മലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പല്ലിയാണ് സിറോട്ടോഡാക്കൈഡ്സ്. അപ്പം കോഴിക്കോട് ചെങ്ങോട് മലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പല്ലിയാണ് സിറോട്ടോഡോകൈഡസ്. അടുത്തത്, അപ്പോൾ നമ്മൾ 2023 ഫുള്ള് നോക്കി. ഇനി നമ്മൾ 2024 ഇതുവരെ കണ്ടെത്തിയ പുതിയ സസ്യങ്ങൾ, പുതിയ ജീവികൾ നമുക്ക് നോക്കാം. അതോടെ ഉള്ളൂ, നമുക്കത് നോക്കാം. ഫസ്റ്റ് വരുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ വെള്ളിവരയൻ ചിത്രശലഭം ഏതാണ്? അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ വെള്ളിവരയൻ ചിത്രശലഭം ഏതാണ്? മേഘമല വെള്ളിവരയൻ. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് മേഘമലൈ ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ. ക്ലിയർ ആയേ? അപ്പോൾ അടുത്തത്,
ഇടുക്കി കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഒരു ഓന്താണ് കങ്കാരു ഓന്ത്. ഇടുക്കി കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് കങ്കാരു ഓന്ത്. അതിൻ്റെ ശാസ്ത്രീയനാമം അഗസ്ത്യ ഗാമ എഡ്ജ്. അതുപോലെ തന്നെ അടുത്തത് പശ്ചിമഘട്ടത്തിലെ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് പാറമുത്തൻ മുളവാളൻ. ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ടത്തിലെ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് പാറമുത്തൻ മുളവാലൻ. അടുത്തത് കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ 2 അപുഷ്പിത സസ്യങ്ങൾ അസിഡോഡോ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം 2 അപുഷ്പിത സസ്യങ്ങളാണ് അസിഡോഡോ. ക്ലിയർ ആയേ? അടുത്തത് വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസ് ആണ് ഗോബസ് സാമൂരിനോറം. അപ്പോൾ എന്താണ് വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസ് ആണ് ഗോബസ് സാമൂരിനോറം. അപ്പോൾ സാമൂരി എന്നുള്ള പേര് വരാൻ കാര്യം അത് നമ്മളുടെ സാമൂതിരിമാരോടുള്ള ഒരു ആദരവിന് വേണ്ടിയാണ് ഈ പേരിട്ടത്, സാമൂരിനോറം എന്നിട്ടത്. അപ്പം എന്താണ് ഒന്നുള്ള പറയാം, വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസ് ആണ് ഗോബസ് സാമൂരിനോറം. അപ്പോൾ അടുത്തത് കേരള തമിഴ്നാട് തീരങ്ങളിൽ നിന്നായി കണ്ടെത്തിയ പുതിയ ഇനം ഈയലുകൾ. അപ്പോൾ കേരള തമിഴ്നാട് തീരങ്ങളിൽ നിന്നായി കണ്ടെത്തിയ പുതിയ ഇനം ഈയലുകൾ ഏതൊക്കെയാണ്? അരിയോസോമ കണ്ണാണിയും അതുപോലെ തന്നെ അരിയോസോമ ഗ്രാസയിലും അതുപോലെ തന്നെ അരിയോസോമ ഗ്രാസയിലുമാണ് കേരള തമിഴ്നാട് തീരങ്ങളിൽ നിന്നായി കണ്ടെത്തിയ പുതിയ ഇനം ഈയലുകൾ. അടുത്തത് ലാസ്റ്റാണ്. അടുത്തത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ അപൂർവമായി കാണുന്ന പുതിയ ഇനം കടന്തലാണ് പിയുമോയിഡസ് ഇൻഡിക്കസ്. അപ്പം പിയുമോയിഡസ് ഇൻഡിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ അപൂർവമായി കാണുന്ന പുതിയ ഇനം കടന്തലാണ് പിയുമോഡിസസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ 2022, 2023, 2024 പുതിയ സസ്യങ്ങൾ, പുതിയ ജീവികൾ എന്നുള്ള കേരളത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് നിങ്ങൾ വിട്ടുകളയല്ല. അതായത് കറണ്ട് അഫെയർ പാർട്ടിലൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ 1 മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഇതാണ്. അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ചില സയൻറ്റിഫിക് നെയിമൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പാടായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റാങ്ക് മേക്കിംഗ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് അത്ര ഡെപ്തായിട്ട് വയ്ക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആര് കാണുന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ല ക്ലാസ് എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ ചെയ്യാം. നല്ലതാണെന്ന് പറയും, മോശമെന്ന് പറയും, ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയും. എന്നിരുന്നാലും നമുക്കത് തിരുത്തി അത് മുമ്പോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണോട് അമർത്തി വെക്കണം. എന്നിരുന്നാലും നമ്മൾ ഇടുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിലെ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ ചാനൽ നമ്മൾ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം. ആ ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പോൾസും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട്. LDCയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പോൾസും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. അപ്പം അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ നോട്ടും ഞാൻ ഇടാം. അതുപോലെ തന്നെ PSCയുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ക്ലാസ്സുകൾക്കായി ഒക്കെ നമുക്ക് ഈ ചാനൽ നിങ്ങളൊന്ന് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോടെ അമർത്തി വെക്കുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.